നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വരുന്ന ശനിയാഴ്ച അമാവാസിയാണ്. അമാവാസിയുടെ നമ്മുടെ ഓറ അല്ലെങ്കിൽ ഓറ എങ്ങനെ ഫിൽറ്റർ ചെയ്യാം, ഓറ എങ്ങനെ ക്ലൻസ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. പല പ്രാവശ്യം ഞാനിത് ചെയ്തിട്ടുണ്ട്. എന്നാലും എല്ലാ അമാവാസികളിലും ഇത് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് വരുന്ന ശനിയാഴ്ച മറ്റന്നാൾ വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ വരെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ്, ഇതൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ. നമുക്ക് വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തുകയോ കേടുപാടുകളോ വരുത്താതെ ഫെങ് ഷുയിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉള്ളിടത്ത് 4 സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും, 4 സ്ഥലങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പം നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് പോസിറ്റീവ് എനർജി എവിടെയാണ് കിട്ടുന്നത് അവിടെ വേണം നമ്മുടെ ബെഡ്റൂം, അവിടെ വേണം നമ്മുടെ ഓഫീസ്, അല്ലെങ്കിൽ നമ്മൾ ഇത് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ആ ഭാഗത്തോട്ടൊക്കെ വേണം. അപ്പം ഇത് ഒരു എനർജി ലെവൽ നമുക്ക് വീടിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അത് വാടക വീടായിക്കോട്ടെ, 10 ദിവസം താമസിക്കുന്ന ഒരു വീടായിക്കോട്ടെ, ഏത് വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നതാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തു നമുക്കങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലവര തന്നെ മാറും. വളരെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 24 hours നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റും. അത്രയും പവർഫുള്ളാണ് വാസ്തു. അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്തോളൂ. അപ്പം നമുക്ക് വിഷയത്തോട്ട് കിടക്കാം. ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ വരെ നമുക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യുന്ന രീതി. എപ്പോഴും നമ്മുടെ ഓറ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഓറ എന്ന് പറയുമ്പോൾ ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയുണ്ട്, അതിന് ഓറ എന്നാണ് പറയുന്നത്. ആ പ്രകാശവലയത്തിൽ അല്ലെങ്കിൽ ആ ഓറയിൽ എന്തെങ്കിലും വിള്ളലോ കാര്യങ്ങളോ എന്തെങ്കിലും വീണ് കഴിയുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത അസ്വസ്ഥതകളും ഈ ആഭിചാരക്രിയകളൊക്കെ നമ്മളെ ഏൽക്കുന്നത് എപ്പോഴും നമ്മൾ ഓറയിൽ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ വിളിദോഷം, ദൃഷ്ടിദോഷം ഒക്കെ വരുന്നത് നമ്മൾ ഓറയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഓറയെ ക്ലൻസ് ചെയ്ത് എപ്പോഴും നമ്മൾ ഫിൽറ്റർ ചെയ്ത് സൂക്ഷിക്കണം. നമുക്ക് പൗർണമിയുടെ അന്ന്, വെളുത്തവാവിൻ്റെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഈ കറുത്തവാവിൻ്റെ അന്ന് നമുക്ക് ഓറയെ ക്ലൻസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വെളുത്തവാവിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു ചന്ദ്ര ത്രാടകം ചെയ്തുകൊണ്ട് നമ്മൾ ഓറയെ ബലപ്പെടുത്താൻ പറ്റും. അമാവാസിയുടെ ദിവസം നമ്മളതിനെ ക്ലൻസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിനെ ഫിൽറ്റർ ചെയ്ത് അതിനെ നമ്മളെന്താ പറയുക, നെഗറ്റീവ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് മുളക് എടുക്കുക, ചുവന്ന മുളക്, വറ്റൽ മുളക് എന്ന് പറയും, കുറച്ച് കല്ലുപ്പ് എടുക്കുക, കുറച്ച് കടുക് എടുക്കുക. ഇത്രയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു പിടിയെടുക്കുക. ഒരു പിടിയെടുത്തതിന് ശേഷം നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മുടെ ശരീരത്തിൽ 3 പ്രാവശ്യം ഒഴിയുക. പിന്നെ ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിയുക. ശ്രദ്ധിക്കണം, നമുക്ക് ഇപ്പം നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിയുക. ഇത് ഒഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്നതിനെ നമ്മൾ വീടിൻ്റെ തെക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റൂമിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് ഒരു ചട്ടിയിലോ എന്തെങ്കിലും കുറച്ച് തീ ഉണ്ടാക്കുക. തീ ഉണ്ടാക്കിയിട്ട് ഇതിനെ ആ തീക്കകത്തിട്ട് കരിച്ചു കളയാം. മനസ്സിലായോ? നമ്മുടെ ഓറയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദൃഷ്ടിദോഷങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീണ മുളക് കരിഞ്ഞാൽ നമുക്ക് അതിന് എരിവുണ്ടാവില്ല. സാധാരണ മുളകൊക്കെ നമ്മൾ അടുപ്പിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് എരിയും, അല്ലെങ്കിൽ നമുക്കൊരു ചുമയ്ക്കുകയും തുമ്മുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ക്ലൻസ് ചെയ്തെടുത്ത് ഇടുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം നെഗറ്റീവ് എനർജി നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളക് നമുക്ക് കണ്ണെരിയത്തില്ല. അപ്പം ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യമാണ് ഒഴിഞ്ഞിടേണ്ടത്. 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക, 9 പ്രാവശ്യം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും അത് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മുഖത്ത് മാത്രമല്ല നമ്മൾ ഒഴിയേണ്ടത്, പാദം മുതൽ തലവരെ ഇങ്ങനെ നമ്മൾ മറ്റൊരാൾ കുഴിഞ്ഞു കൊടുക്കില്ല. അപ്പം കുനിഞ്ഞ് കംപ്ലീറ്റ് ഫിൽറ്റർ ചെയ്ത് എടുക്കുക. എന്നിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആളെ പറ്റുമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ഫ്രണ്ടിൽ ഒഴിയുക, പിന്നെ ഒരു സൈഡിൽ ഒഴിയുക, ബാക്കിൽ ഒഴിയുക. മൊത്തത്തിൽ ശരീരത്തിൽ മൊത്തത്തിൽ നമ്മൾ ഒഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇത് കത്തിക്കേണ്ടത്. കത്തിച്ച് നോക്കൂ, വളരെ പവർഫുള്ളാണ്.
അടുത്ത അമാവാസി വരെ നമ്മൾ മറ്റുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതെ നമ്മൾ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യും. അത്രയും പവർഫുള്ളാണ്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റും. അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ ഓറയെ ക്ലൻസ് ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ടത് ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മുതൽ സന്ധ്യ മുതൽ ഞായറാഴ്ച രാവിലെ വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സന്ധ്യയ്ക്ക് ശേഷം ഇരുട്ടുള്ള സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നമ്മളെ ഓറ അത്രത്തോളം സൂപ്പറായി മാറും. നമുക്കുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളും അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ബാധാദോഷങ്ങളൊക്കെ നമുക്ക് ഒരു ഇതിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ കേട്ടോ. അപ്പം ഈ രീതിയിൽ നമ്മൾ ക്ലൻസ് ചെയ്യുക, നമ്മുടെ ബോഡിയെ ക്ലൻസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്രയും മാറ്റം ഉണ്ടാകും. അപ്പം ഈ വരുന്ന ശനിയാഴ്ച നിങ്ങളതെല്ലാം ചെയ്യും. പിന്നെ നമുക്കിവിടുത്തെ അമാവാസി ശക്തി പൂജ ഞായറാഴ്ചയാണ്. അതായത് നമുക്ക് പകലാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ശനിയാഴ്ച ഏകദേശം ഉച്ച കഴിയുമ്പോൾ അമാവാസ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ഉച്ച വരെ ഉണ്ട്. അപ്പം നമുക്ക് ഞായറാഴ്ച രാവിലെയാണ് സൂര്യദേവമഠ കുബേരാശ്രമം തിരുവിഷമായ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി ശക്തി പൂജ നടക്കുന്നത്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർച്ചനയോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ അയച്ചു തരിക. അർച്ചനയൊക്കെ നിർത്തിക്കണം. ഏതായാലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.